ഹായ് ഹലോ, ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചെമ്മീൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ ചെമ്മീൻ നല്ല അടിപൊളി വലിയ ചെമ്മീൻ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഇതിലും വലുത് നോക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് പൊരിച്ച് തിന്നാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഞാൻ ആക്ച്വലി എടുത്തത് ഫ്രൈ ചെയ്യാൻ വേണ്ടി. അതിൽ കുറച്ച് ചെറിയ മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെറിയുള്ളി എടുത്തിട്ടാട്ടോ ഇത് ഫ്രൈ ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ വലിയ ഉള്ളിയിലാണ് ചെയ്യാറ്. അപ്പോൾ കുറച്ച് മതിരിപ്പ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ചട്ടി വെച്ച് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാനിപ്പം നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചെറിയുള്ളിയും ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളിയിൽ കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് വഴറ്റിയിട്ട് നന്നായിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് നന്നായിട്ട് വഴന്ന് വരുന്നിക്കുന്നത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഞാൻ തീരെ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ, കാരണം തക്കാളിയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം വന്നോട്ടെ വിചാരിച്ചിട്ടാണ്. ഇനി തക്കാളി ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയിൽ നിന്ന് ചെറുതായിട്ട് ചാറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ബാക്കി ഞാൻ കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഇട്ടത്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ഇടാനുണ്ട്, അതുകൊണ്ട് ഒരുപാട് ഇട്ടിട്ടില്ല മുളക് പൊടി. ഇനി നമുക്ക് 1 ടീസ്പൂൺ എടുത്ത് ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ടാൽ മാത്രമേ അതിനൊരു കളർ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ഒരു കളർ വേറെ തന്നെ ആയിരിക്കും ഇതിൻ്റെത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ ചെമ്മീൻ നന്നാക്കിയത് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഞാൻ വളരെ ചെറുത് മാത്രം എടുത്തിട്ടാട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തത്. നമ്മുടെ ടൈഗർ പ്രോൺസ് പോലത്തെ കുറച്ച് വലുതൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ പറഞ്ഞില്ല പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചത്. അപ്പോൾ ഇത് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇനി ആവശ്യത്തിന് വെള്ളം കൂടുതലേക്ക് ഒഴിക്കണം. ചെമ്മീനൊക്കെ ഇനി ഇതിൽ വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടച്ചു മൂടി വയ്ക്കാം കുറച്ച് സമയം. അപ്പം നമ്മുടെ ഈ ഒരു മസാലയൊക്കെ വെന്ത് കഴിഞ്ഞ് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഗതി ഇതേപോലെ നല്ല സൂപ്പർ കളറായിട്ടുണ്ട്. നല്ല കളറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇനി ഞാൻ ചോറിന് കൂടെയാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോണത്. അപ്പോൾ ചോറൊക്കെ ഞാൻ ഓൾറെഡി വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റി ആയിരുന്നു, അടിപൊളി.